സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ 80 മുതൽ 85 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ സർക്കാരിനെതിരെ ഉയർന്ന സോളാർ കേസും മാനനഷ്ട കേസിൽ ഉമ്മൻചാണ്ടിക്കേറ്റ തിരിച്ചടിയും തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. ജിഷാവധം കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ടെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. സർക്കാരിനെതിരെ കടുത്ത വികാരം നിൽക്കുമ്പോൾ വിമർശനത്തിന്റെ കെട്ടഴിച്ചു വിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടതുമുന്നണി കാലെടുത്ത് വെച്ചത്. സർക്കാരിന്റെ ഭൂമിദാനത്തെ എതിർവികാരമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. എന്നാൽ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിൽ തട്ടി ആദ്യ ദിവസത്തെ മേൽക്കൈ നേതാക്കൾ തന്നെ നഷ്ടപ്പെടുത്തുന്നതായിരുന്നു പിന്നീടുള്ള ഇടത് ക്യാമ്പിലെ കാഴ്ച. UDF-ന് BJP ബന്ധമെന്ന് ആരോപിച്ച് പ്രചരണത്തിൽ തിരിച്ചുവരാനുള്ള ശ്രമം ഇടതുമുന്നണി നടത്തി. ഇതിനിടയിലാണ് ജിഷാവധം ഇടതുമുന്നണിക്ക് വീണ്ടും രാഷ്ട്രീയ മേൽക്കൈ നൽകിയത്. ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും വീഴ്ചകളെ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം വരെ സജീവ ചർച്ചയാക്കി നിർത്താൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു. അന്തിമ നിമിഷത്തിൽ സോളാർ വീണ്ടും ജ്വലിച്ചതും BS-നെതിരെ മുഖ്യമന്ത്രി നൽകിയ ഹർജി തള്ളിയതും ഇടത് ക്യാമ്പിന്റെ ആവേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ. 80 മുതൽ 85 സീറ്റുകൾ വരെ ഉറപ്പിക്കാമെന്നാണ് ഇടത് നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നഷ്ടപ്പെട്ട കണ്ണൂർ, തൃശൂർ, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ ഇത്തവണ നിർണായകമായ മുന്നേറ്റം നടത്തുമെന്നും ഇടത് നേതാക്കൾ പറയുന്നു. ചില സിറ്റിംഗ് സീറ്റുകളിൽ കാര്യമായ മത്സരമുണ്ടെങ്കിലും രാഷ്ട്രീയമായ മേൽക്കൈ അത്തരം മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.